നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സാറിൻ്റെ ഒരു പ്രസ്താവന വന്നു. അത് എന്തായാലും വളരെ ബാലുഷ്യമായി പോയി ആ പ്രസ്താവന എന്നാണ് ശരിക്കും എനിക്ക് പറയാനുള്ളത്. അതിനകത്ത് പറഞ്ഞത് ഇപ്പോൾ ആദിവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ ഉന്നത കുലജാതരായിട്ടുള്ള സവർണർ പോലെയുള്ള ആളുകൾ വരണം, അപ്പോഴേ ആ പ്രശ്നങ്ങൾ പരിഹരിക്കൂ എന്നാണ് അതിനകത്ത് പുള്ളി ഒരു റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്, നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി കൊടുത്തത്. പക്ഷേ ഈ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഈ കാലം അത്രയായിട്ടും ഉന്നത കുലജാതരായിട്ടുള്ള ആളുകൾ മാത്രമാണ് ഈ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ ഈ ഈ ഈ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരോ അതിൻ്റെ താഴേക്കിടയിലുള്ളവരോ ആരും തന്നെ ഈ വകുപ്പ് ഈ കാലം അത്രയായിട്ടും കൈകാര്യം ചെയ്തിട്ടില്ല. അപ്പോൾ അവരൊരു കാലഘട്ടത്തിൽ കൈകാര്യം ചെയ്തു, അത് മോശമായി പോയിരുന്നെങ്കിൽ അവർ ചെയ്തത് ശരിയല്ല, അതുകൊണ്ട് ഇവർ വരുന്നതിന് ഒരു ന്യായമുണ്ട് എന്ന് പറയുന്നതിന് ഒരു ലോജിക്ക് ഉണ്ടായിരുന്നു ശരിക്കും. ഇത് ആ കാലം അത്രയായിട്ടും ഉന്നത കുലജാതരും ആ ഉന്നത ചിന്താഗതിയുള്ള ആളുകളാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റ്, ഈ വകുപ്പിനെ മൊത്തം കൈകാര്യം ചെയ്തത്. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇനിയും അവർ തന്നെ വരണമെന്ന് പറയുമ്പോൾ ഈ മനുഷ്യരെ ശരിക്കും മനുഷ്യരായിട്ട് പോലും പരിഗണിക്കുന്നില്ല എന്ന് അതിനകത്തൊരു ധ്വനി വരുന്നുണ്ട്. അങ്ങനെ ഒരു ധ്വനി അതിൻ്റെ ഉള്ളിൽ വരികയും, ഇപ്പോൾ ഈ ജനാധിപത്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ള മുഴുവൻ പൗരനും ഇന്ത്യത്തെ പൗരത്വത്തിനകത്ത് തുല്യ അവകാശമാണുള്ളത്. അതിനകത്ത് ജാതി വിവേചനം പോലെയുള്ള ഒരു സംഭവങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടേ ഇല്ല. ആദിവാസികൾക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ ഭരണഘടനയിൽ തന്നെ പ്രത്യേകം വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥ അനുസരിച്ചാണ് സംവരണവും വിദ്യാഭ്യാസവും ആനുകൂല്യവും പോലെയുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നടപ്പിലാക്കുന്ന പരിപാടി ചെയ്തത് ഈ നൂറ്റാണ്ടുകളായിട്ടും ഇവർ തന്നെയാണ്. അതിൽ വേറെ ഒരാൾ മാറി വന്നിട്ടില്ല. അങ്ങനെ ഇവർ തന്നെ ചെയ്തു പരാജയപ്പെട്ടു, മുഴുവൻ ചൂഷണം ചെയ്ത് ഇപ്പോൾ പല പ്രദേശത്തും ട്രൈബ്സായിട്ടുള്ള ആളുകൾ വംശഹത്യ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വംശഹത്യ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്തും ഇനി അവർ വന്നാൽ ഈ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ അത് ശരിക്കും അതിൻ്റെ ലോജിക്കും അതിൻ്റെ ഉള്ളടക്കവും എന്താണെന്ന് എന്നെപ്പോലെയുള്ള ആളുകൾക്ക് ശരിക്കും മനസ്സിലാവുന്നില്ല. അപ്പം ഞങ്ങളൊക്കെ മനുഷ്യരല്ലേ, ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെപ്പോലെയുള്ള ആളുകളൊക്കെ ആ ഇടങ്ങളിൽ എത്താൻ വേണ്ടിയിട്ട് ഈ കഴിഞ്ഞ കാലങ്ങൾ നിരന്തരമായിട്ടുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഞങ്ങളെപ്പോലെയുള്ള ആളുകളൊന്നും അത്തരം അവസ്ഥയിലേക്ക് വരരുത്. ഞങ്ങളെപ്പോഴും അടിമകളും അകറ്റി നിർത്തലും അയിത്തം കൽപ്പിച്ചവരും ആയിട്ടുള്ള ആളുകളായിട്ട് തുടരണം എന്ന് അങ്ങനെ പറയുന്നതിൻ്റെ ഒരു ധ്വനി ഈ വാക്കിനകത്ത് വരുന്നില്ലേ എന്നുള്ളത് വളരെ ക്ലിയറാണ് ശരിക്കും. അതുകൊണ്ട് ഇത്തരം ഒരു ഇടപെടൽ സമീപനം, ഇങ്ങനെയുള്ള ഒരു ചർച്ച പോലും വരുന്നത് നമ്മളുടെ കേരളം പോലെ ഇന്ത്യ പോലെയുള്ള സംസ്ഥാനത്തിന് അപമാനകരമാണെന്നാണ് ഞാൻ പറയുക. അതുകൊണ്ട് ആ ഒരു രീതിയിലേക്ക് ഈ ആളുകളെ കാണാതെ അവരെയും കൂടെ മനുഷ്യരായിട്ട് പരിഗണിച്ചുകൊണ്ട് ഇന്ന് നിലവിലുള്ള സംവിധാനത്തിൻ്റെ ഭാഗമാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തേണ്ടതിന് പകരം തിരിച്ച് ഇത്തരം ഒരു പരിശ്രമം നടത്തുന്നത് അത് അടിമ മാടമ്പി മനോഭാവത്തിൻ്റെ ഉള്ളറയിൽ നിന്ന് വരുന്നതാണ്. അത് അപകടം പിടിച്ചതാണ്. അതിന് ആ രീതിയിൽ തന്നെ നമ്മൾക്ക് കാണേണ്ടതുണ്ട്. എന്തായാലും ആദിവാസികളുടെ ഭാഗത്തുനിന്ന് വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇതിനെതിരെ ഉണ്ടാവും എന്ന് ഞാൻ പറയാതെ തന്നെ നടക്കും.